ഹലോ ആദൂട്ടൻസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നൊരു വൈക്കം വ്ലോഗാണ് കേട്ടോ. വൈക്കം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും, ലോകപ്രശസ്തമായ വൈക്കത്തഷ്ടമി നടക്കുന്ന വൈക്കം. കൂടാതെ നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുടെ നാട്, അതുപോലെ തന്നെ വളരെ ഫേമസായ വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങി വൈക്കം വിജയലക്ഷ്മി, അങ്ങനെ ഒരുപാട് താരങ്ങളൊക്കെ ഉള്ള ഒരു നാടാണ് വൈക്കം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈക്കം വരെ പോയ ഒരു കുട്ടി വ്ലോഗാണ് ഇന്നത്തെ വീഡിയോ. വൈക്കം മഹാദേവ ക്ഷേത്രം മുതൽ വൈക്കം സത്യാഗ്രഹം ഒക്കെ എല്ലാവർക്കും നല്ല പരിചയമല്ലേ. അപ്പോൾ ഇത് വൈക്കത്തിൻ്റെ ഒരു പോർഷനാണ് കേട്ടോ. ഇത് വേമ്പനാട്ട് കായലാണ്. ഈ കായലിൻ്റെ ഈ വ്യൂവിൽ ഇപ്പോൾ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ് കേട്ടോ. ഫാമിലി ആയിട്ട് ഫ്രണ്ട്സും കുട്ടികളൊക്കെ ആയിട്ട് വന്ന് നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരിടമായിട്ട് ഇപ്പോൾ വൈക്കം മാറിയിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും അതിസുന്ദരമാണ് കേട്ടോ വൈക്കം കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വൈക്കം പോയൊരു വ്ളോഗാണ് കേട്ടോ. ഈ കാണുന്നതാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. നല്ലൊരു മഴയ്ക്ക് ശേഷം നല്ല വെള്ളമുണ്ട്. ഇവിടെ ബോട്ട് സർവീസും ജങ്കാർ സർവീസും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ചെന്ന സമയം നല്ല മഴക്കാറ് മൂടി നിൽക്കുകയാണ്. പക്ഷേ ആ മഴക്കാറിൽ പോലും ആ കായൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ബോട്ട് ജെട്ടിയിലേക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് ജങ്കാർ സർവീസ് അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദൂട്ടിന് ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പെട്ടെന്നാണ് അവിടെ ഒരു മഴ പെയ്തത്. എന്നാൽ പിന്നെ ഞങ്ങൾ ചെന്നത് ഉച്ച സമയമായതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. നമുക്ക് KTDCയുടെ റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണിത്. നല്ല മഴയുണ്ട്. ഈ മഴ സമയത്ത് നല്ല ഭക്ഷണമൊക്കെ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം കേട്ടോ. ഇവിടെ ഇരുന്ന് നോക്കിയാലും തന്നെയും നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. എൻ്റെ ബോട്ടൊക്കെ പോകുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇനി മഴ മാറിയിട്ട് വേണം നമുക്ക് പാർക്കിൻ്റെ അങ്ങോട്ട് പോകാൻ. ഇപ്പം മഴയൊക്കെ ഒന്ന് മാറി നിന്നു. ഇതാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇതാണ് പാർക്കിലേക്ക് പോകുന്ന വഴി. ഒട്ടുമിക്ക ആൾക്കാർക്ക് നല്ല പരിചയമാണ് വൈക്കം. കാരണം ഇപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ നല്ല ഫേമസ് ആയിട്ട് നിൽക്കുന്നതാണ് വൈക്കം ബീച്ച് എന്ന് പറഞ്ഞത്. ആക്ച്വലി ഇതൊരു ബീച്ചല്ല കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് സ്റ്റാച്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴിയിലെല്ലാം നിറയെ സ്റ്റാച്യൂസാണ്. കിടക്കാണ്. ഈ കാണുന്നത് ഗ്രൗണ്ടാണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ആ മഴയില്ലേ, ആ മഴ അങ്ങ് കഴിഞ്ഞു. നല്ല ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഗ്രൗണ്ടിൽ വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികളെല്ലാം ഭയങ്കര നല്ല ക്രിക്കറ്റ് കളിയും പിന്നെ ഇവിടെ പട്ടമൊക്കെ പറത്തുന്നുണ്ടായിരുന്നു. ഇവിടെ ഈവനിങ് ആകുമ്പോൾ ഒത്തിരി കടക്കാരൊക്കെ വരും കേട്ടോ. സ്നാക്സ്, കുട്ടികളുടെ കളിപ്പാട്ടം അങ്ങനെയൊക്കെ. അപ്പോൾ അത് ആ മഴ മാറിയിട്ടുള്ളൊരു വ്യൂ ആണിത്. ഇപ്പം മഴ ആയത് കാരണം നല്ല ഏറ്റമുണ്ട് വെള്ളത്തിന്. അപ്പം മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഈ പോകുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് സ്ഥലം കാണാനായിട്ട്. നല്ല ശാന്തമായിട്ട് നല്ല കണ്ടില്ലേ, കാറ്റ്, മഴ, നല്ല ഭംഗിയാണ്. എവിടെ തിരിഞ്ഞാലും നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കുറച്ച് സമയം ഇരിക്കാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വെക്കേഷൻ ടൈമല്ലേ, ഫാമിലി ആയിട്ട് ഒരുപാട് പേര് കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളും കുറച്ച് സമയമൊക്കെ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല വെള്ളമൊക്കെ അടിച്ച് കയറിയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് വെള്ളമാണല്ലോ പ്രധാനം. അതുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിൽ കളി. പിന്നെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു, ജങ്കാർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ നിറച്ച് വെള്ളമാണ്. ഈ ഗ്രൗണ്ടിൽ വെള്ളമൊന്നുമില്ല. അവിടെ സ്ഥിരമായിട്ട് കുട്ടികൾ കളിക്കാൻ വരുന്നതാട്ടോ. കണ്ടില്ലേ, ഇതാണ് ഇപ്പോൾ ഒരു മഴയൊക്കെ കഴിഞ്ഞൊരു അന്തരീക്ഷം. ഇത് അവിടെ കണ്ട ഒരു ചെടിയാണ്. അതിൽ ഈ മഴ കഴിഞ്ഞതുകൊണ്ട് അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ബോട്ട് സർവീസാണ് ഈ കാണുന്നത്. ഇതേപോലെയുള്ള നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഫുള്ളും ഇതിങ്ങനെ ഇങ്ങനെ അടച്ച് കെട്ടി ഇങ്ങനെ കായലിൻ്റെ കരയാണ് കേട്ടോ. നേരത്തെ ഒന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആക്കി മാറ്റിയിട്ടുണ്ട്. കാരണം ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട്.
വൈകുന്നേരമാണ് ഇവിടെ തിരക്ക് കൂടുതൽ. നമ്മളിപ്പോൾ ഈ പോയത് ഉച്ച സമയമാണ്, എന്നാലും മഴയും മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. കുറച്ച് സമയം അവിടെ നല്ല ആകാശമൊക്കെ തെളിഞ്ഞു, നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. കുറച്ച് സമയം ഇരുന്നു. പിന്നെ ജങ്കാറൊക്കെ വന്നത് കാതുവിനെ കാണിച്ചു. അതിന് ഇത്രയും വെള്ളം കണ്ടതിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ അവൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്, ഇത്രയും വെള്ളവും ഇത്രയും വലിയ വെള്ളവും ജങ്കാറും ഒക്കെ കാണുന്നത്. പിന്നെ അവനെ അതെല്ലാം കാണിച്ചു കൊടുത്തു. അപ്പോൾ പറ്റുന്നവരെല്ലാം ഒരു ഫാമിലി ആയിട്ടൊരു വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നാൽ നല്ല കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ഞങ്ങൾ പോയ നേരത്ത് ഒത്തിരി ഫാമിലീസ് വന്നു കേട്ടോ. ഇത്രയുള്ള വൈക്കത്തിൻ്റെ കാഴ്ചകൾ ഈ കാണുന്നതിലും അതിമനോഹരമാണ് വൈക്കം എന്ന് പറയുന്നത്. വൈക്കം ഈ ലേക്ക് വ്യൂവിൻ്റെ പോർഷൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞങ്ങളുടെ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.